ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞത് കേട്ടല്ലോ, നാളെ 11 മണി. സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ? ആരാന്നാ ചോദിച്ചേ? പഠിച്ചോനെ, ഇതെന്താ ഈ നേരത്ത്? ആരെങ്കിലും കണ്ട? ആരും കാണില്ല. എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. അനൂപ, ഇത് തീക്കളിയാ. അപ്പുറത്ത് എല്ലാരും ഉണ്ട്. അവരാരെങ്കിലും കണ്ട പിന്നെ തീർന്നു. ഒന്നും തീരില്ല. എടോ, തനിക്ക് വേണ്ടി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ വരെ തയ്യാറായിട്ടാ ഞാൻ നടക്കുന്നത്. പിന്നെ ഈ ചെറിയൊരു തീ. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നവരെ കുറിച്ചൊന്നും അനൂപിനെ അറിയാഞ്ഞിട്ടാ. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നോണ്ട് വരുന്നവരാ ബാപ്പി മോനും. അനൂപിനെ അവരുടെ കൈ കിട്ടിയ വെച്ചേക്കില്ല, കൊന്നുകളയും. തനിക്ക് വേണ്ടിയല്ലേ ഞാൻ അതിനൊരുക്ക. അനൂപ്, ഇങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട സമയല്ലത്. അനൂപ് ഇപ്പൊ പോ. ഇവിടെ ഇങ്ങനെ നിക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. താൻ കരയാണല്ലേ? ഇന്ന് ഞാനിങ്ങനെ കരയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. ശരി, ഞാൻ പോവാ. ഇപ്പൊ താനൊന്ന് വെളിയിലേക്ക് വാ. എന്റെ പഠിച്ചോനെ, എന്നെ കൊന്നാലും ഞാൻ വരില്ല. അവരെല്ലാരും വാതുക്കലുണ്ട്. അറിയാലോ, ആ നസീറിക്കയുടെ കൂട്ടുകാരൊക്കെ ഗുണ്ടകളാ. അവരൊക്കെ ഇവിടെ ഈ വീടിന് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടാവും. പിന്നെ ഞാനൊരാളും പുറത്തുണ്ടില്ല. താൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി വരും കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ മര്യാദയ്ക്ക് ഇറങ്ങി പുറത്തേക്ക് വാ. ഇങ്ങനെ നിന്ന് പറഞ്ഞാ പോരെ? എന്നാ പിന്നെ ഞാൻ അകത്തേക്ക് വരാം. അല്ല, ശരിയാവില്ല. വേണ്ട വേണ്ട, ഞാൻ വരാം. പുറത്തൊന്നും ആരും ഇല്ലെന്ന് ഉറപ്പാണല്ലേ? നൂറേ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്റെ നൂറേൻ എന്നെ കൊന്നിട്ട് നിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ ഉറപ്പ് പോരെ? നീ വാ മണ്ണെ പുറത്തേക്ക്. വരാൻ ഇവിടെയൊന്നും വേറെ ആരും ഇല്ലടി പെണ്ണേ. ഇതിനായിരുന്നു വരാൻ പറഞ്ഞത്. എന്റെ പെണ്ണ് ഇവിടെ കുറെ സാത്താന്മാരുടെ ഇടയിലാണെന്ന് എനിക്ക് അറിവ് കിട്ടി. അപ്പ തോന്നി ആഗ്രഹം ഒന്ന് നേരി കാണണമെന്ന്, ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന്. ഇനി എന്താ ആശ്വാസവാക്ക്? എല്ലാം അവസാനിക്കാൻ പോവോ? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോണില്ല. സ്വപ്നം കണ്ടതെല്ലാം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാം, അല്ലേ? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സങ്കടത്തോടെ അത് ഓർത്തിരിക്കാം. എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് കൂട്ടായിട്ട് നിന്നെ ചേർത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു നൂറെ, നിന്നെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. സ്നേഹിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ ഈ നെഞ്ചിൽ നിന്നെ ചേർത്ത് നിർത്താൻ തന്നെയാണ്. അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. വീണ്ടും വീണ്ടും എന്തിനാ വെറുതെ എനിക്കിങ്ങനെ ആശ തരുന്നേ? മൈലാഞ്ചി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് നിക്കാഹ. മനസ്സിലൊരാളെ പ്രതിഷ്ഠിച്ചിട്ട് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ ഈ നൂറുണ്ടാവില്ല, ഉറപ്പ്. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തടി പോലെ ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുമല്ലേ. നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. അതിനു മുൻപ് രജിസ്റ്റർ മാരേജ് ചെയ്യണം. രജിസ്റ്റർ മാരേജോ? അതാരെങ്കിലൊക്കെ അറിയില്ലേ? ഒരാളും അറിയില്ല. നമ്മളും എന്റെ കൂട്ടുകാരും കൂടി പോകുന്നു, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു, തന്നെ അതേപോലെ ഇവിടെ കൊണ്ടാക്കുന്നു.
ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുക. ഒന്നും പേടിക്കണ്ട. നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അരുണിനെ അറിയാന്നുള്ള ആൾ അവിടുത്തെ പിയോണ്. രജിസ്റ്റർ ചെയ്യുന്ന വിവരം നോട്ടീസ് ബോർഡിൽ ഇടുന്നത് വരെ ഒരാളും കാണാത്ത രീതിയിലായിരിക്കും. ഒരു 11 മണിക്ക് മുമ്പ് നമുക്ക് നാളെ അവിടെ എത്താൻ പറ്റണം. നാളെയോ? പിന്നല്ലാതെ. അതല്ലേ ഞാൻ ഈ രാത്രി തന്നെ വന്നത്. നാളെ പാർക്കിനടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് ഞാൻ മെസ്സേജ് ഇടും. അപ്പം ഇറങ്ങി വന്നേക്കണം. ഹലോ, പറഞ്ഞത് കേട്ടല്ലോ. നാളെ 11 മണി. സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ? ഒരു ഓട്ടോ വരുന്നുണ്ട്, എന്തായാലും ചോദിച്ചു നോക്കാം. എന്തേ? എന്റെ വണ്ടി ഇവരെ ഓട്ടം വിളിച്ചോണ്ട് വന്നതാ. വരുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. ഇവരെ അപ്പുറത്തോട്ടൊന്ന് ആക്കിയാല് ഈ സമയത്ത് വേറെ വണ്ടി കിട്ടത്തില്ല. അല്ലടോ, ഞാൻ ഓട്ടം പോകുന്നതല്ല, വീട്ടിലേക്ക് പോവാ. പിന്നെ ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയി. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. രാത്രി ആയതുകൊണ്ടാ. അത്രത്തോളം നടക്കാന്ന് വെച്ചാ അച്ഛനെ കൊണ്ട് പറ്റില്ല. അല്ല, അതുകൊണ്ടല്ല പെങ്ങളെ. എന്റെ റൂട്ട് ശാസ്ത്രപുരത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന് സുഖമില്ലാത്തതാ. അപ്പൊ ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞ് പോന്നതാണേ. നടന്നാ ശ്വാസം മുട്ട് കൂടും. ഈ രാത്രിയിൽ എന്നെയും കൊണ്ട് മരുന്നിന് പോകണമെങ്കിൽ ഇവള് തന്നെ വേണം. മോന്റെ അച്ഛനാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മോൻ സഹായിക്കില്ലേ? മോനൊന്ന് ഞങ്ങളെ സഹായിക്കും. മോനൊന്ന് സഹായിച്ച 100 കോടി പുണ്യം കിട്ടും മോന്. നടക്കാൻ ഒട്ടും പറ്റാത്തതുകൊണ്ടായി പറയുന്നത്. നമ്മൾ ഓട്ടോക്കാർക്ക് ഓട്ടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ചേട്ടാ എന്തും. ഇതിപ്പോ എന്റെ വണ്ടിക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടല്ലേ. ഒന്ന് സഹായിക്കേട്ടാ. ഞാൻ ആ ജംഗ്ഷനിൽ കൊണ്ട് വിട്ടാ പോരെ? മതി, ബാക്കി ഞങ്ങൾ നടന്നായാലും പൊയ്ക്കോളാം. ആ, എന്നാ കേറിക്കോ. അല്ലേട്ടത് എന്തത്ര ലേറ്റ് ആക്കാൻ നിന്നേ? നേരത്തെ വീട്ടിൽ പോരുന്നില്ലേ? സുഖമില്ലാത്ത ആളല്ലേ? ഈ അസമയത്തൊന്നും ഇതിൽ പോയിക്കൂടാ, വലിയ അപകട. അതുകൊണ്ട് പറഞ്ഞ ഇവളുടെ കല്യാണം ആവശ്യമോ മോനെ? വീട്ടിലിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് പോയതാ.